In the name of God, most gracious. മലയാളത്തിൽ നമ്മളുടെ ഒരു ഐഡന്റിക്കൽ ട്വിൻസ് എന്നൊക്കെ പറയില്ലേ, അല്ല ഒരേപോലെയുള്ള അങ്ങനെയുള്ള ട്വിൻസാണ്. ഒരേ ഒരു സാക്കിനകത്ത് വന്നിട്ടുള്ള രണ്ട് ട്വിൻസാണ്. രണ്ടുപേരും രണ്ട് സ്വഭാവമാണ്. ഒരാൾ പോകുന്ന വഴിയല്ല മറ്റേ ആൾ പോകുന്നത്, ഒരാളുടെ ചിന്താഗതിയേ അല്ല മറ്റേ ആളുടെ ചിന്താഗതി, ഒരാളുടെ ആറ്റിറ്റ്യൂഡേ അല്ല മറ്റേ ആളുടെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരേ ഗർഭപാത്രത്തില് ഒരേ അമ്നിയോട്ടിക്കിനകത്ത് രണ്ട് സാക്കുകളിലായി വന്ന കുട്ടികൾക്ക് രണ്ട് ധ്രുവത്തിലാണ് അവർ പോകുന്നതെങ്കിൽ രണ്ട് വീട്ടിൽ ജനിച്ച കുട്ടികൾ എങ്ങനെ ഒരുമിച്ച് ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ പോകാനും സാധ്യതയുണ്ടോ? ഒരിക്കലും ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടുകൂടെ സംവദിച്ച് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ കുട്ടികളുടെ റിയൽ പൊട്ടൻഷ്യാലിറ്റീസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അത് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ.